നമ്മൾ പോകുന്നത് ഇപ്പോഴും ഈ പത്രികാ സമർപ്പണത്തിന് തിരക്കിലേക്ക് പോകുമ്പോഴും സ്ഥാനാർത്ഥിയാവാത്ത ചില മണ്ഡലങ്ങളുള്ള മലപ്പുറത്താണ്. അത് LDF-നാണ്. ഇപ്പോൾ LDF-ന് നേരെയാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. മുസ്ലിം ലീഗ് മങ്കട നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകും. മഞ്ഞളാംകുഴി അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതോടെയാണ് കുന്നത്ത് മുഹമ്മദിനെ മുസ്ലിം ലീഗ് പുറത്താക്കിയത്. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച MP അലവിയെ മാറ്റി കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാനുള്ള ആലോചനയിലാണ് CPIM. കുന്നത്ത് മുഹമ്മദുമായി CPIM നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗൂഗിൾ, ഇതിപ്പോൾ ആകെ കൂടെ കുഴഞ്ഞു മറിഞ്ഞ ഒരു അവസ്ഥ കൂടിയാണല്ലേ? അമൃത, ഗൂഗിൾ ഈ MP അലവിയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ LDF പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഇതുവരെ പ്രത്യക്ഷ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടിരുന്നില്ല. നേരത്തെ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ LDF-ന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിരുന്നു. മഞ്ഞളാംകുഴി അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തുടർച്ചയായി അദ്ദേഹത്തിന് MLA സ്ഥാനവും പിന്നീട് ഒരിക്കൽ മന്ത്രിസ്ഥാനം ഒക്കെ നൽകിയിരുന്നു. എന്തിനാണ് ഇത്തരത്തിൽ വന്നു കയറിയ ഒരാൾക്ക് ഇത്തരത്തിൽ സ്ഥാനം നൽകുന്നു എന്നതിനെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, വിമർശനങ്ങളൊക്കെ മുസ്ലിം ലീഗിനകത്ത് ഈ മങ്കട മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുന്നത്ത് മുഹമ്മദ് ഉയർത്തിയിരുന്നു. അതിനെ ചൊല്ലിയാണ് പിന്നീട് വലിയ കലാപം ഉണ്ടാവുകയും കുന്നത്ത് മുഹമ്മദിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളെ ഈ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ച് മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ നേരത്തെ തന്നെ CPM നേതൃത്വം തേടിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഈ കുന്നത്ത് മുഹമ്മദ് ഇന്ന് LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന കുന്നത്ത് മുഹമ്മദിനെ LDF പിന്തുണയ്ക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ അണ്ടത്താവി ഉൾപ്പെടെയുള്ള ആളുകളെ LDF പാളയത്തിലെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരുന്നു. ഒറ്റ കാര്യം കൂടി, ഈ താനൂരിൽ നിന്ന് തിരൂരിലേക്ക് V അബ്ദുറഹ്മാൻ മാറി അവിടെ സ്ഥാനാർത്ഥിയായോ? അപ്പം വള്ളിക്കുന്നിന്റെ കാര്യത്തിലും ഒരു ഫൈനൽ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് സംബന്ധിച്ച രണ്ട് മണ്ഡലങ്ങൾ സംബന്ധിച്ച കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ആ തർക്കത്തെ വലിയ അമർഷം പ്രവർത്തകർക്കിടയിലുണ്ട്. കാരണം താനൂരിലൊക്കെ LDF-ന്റെ സ്ഥാനാർത്ഥി ആദ്യഘട്ടത്തിൽ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയതിനെതിരെയൊക്കെ വലിയ അമർഷം ആ പ്രവർത്തകർക്കിടയിലുണ്ട്. വള്ളിക്കുന്ന് മണ്ഡലം സംബന്ധിച്ച കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് INL മത്സരിക്കുന്ന സീറ്റാണ്. INL രണ്ടായി മാറി INL-ഉം നാഷണൽ ലീഗുമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരോടും സമവായത്തിലെത്തിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി CPM നേതൃത്വം പറഞ്ഞിരുന്നു. പക്ഷെ അത്തരമൊരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കാത്ത സാഹചര്യം വന്നതോടുകൂടി CPM ആ മണ്ഡലം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. CPM തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്നാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കുന്നത്. CPM ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇന്ന് വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ INL-ന്റെ ഭാഗത്തുനിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം തിങ്കളാഴ്ചയാവുന്നു. 2 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ പോലും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ വലിയ അമർഷം പ്രവർത്തകർക്കിടയിലുണ്ട്. എന്തായാലും ഇന്ന് രണ്ട് മണ്ഡലങ്ങളും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഗൂഗിൾ കെ വേണുഗോപാലാണ് മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. 3 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലാണ് ഇനിയും അവിടെ ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് LDF-ന് എത്താൻ കഴിയാതെ പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും UDF-ഉം ഒക്കെ ചോദ്യമായി പരിഹാസമായി ഉയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.